ഇപ്പോൾ രഞ്ജിതയുടെ പത്തനംതിട്ടയിലെ പുല്ലാട്ടുള്ള വീട്ടിൽ നിന്ന് ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. നമ്മൾ അത് ഇതിനു മുമ്പ് കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കാണുന്നുണ്ട് അവിടുത്തെ സാഹചര്യം. ആ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നിന്ന് ജയശങ്കർ വിവരങ്ങൾ നൽകിയാലും മതി. ഇനി എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴാണ് അവിടെ ഈ സഹോദരൻ അവിടേക്ക് പോകേണ്ടി വരുമെന്ന് നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. രഞ്ജിതയുടെ സഹോദരൻ ഒരുപക്ഷെ ഈ DNA പരിശോധന ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. കളക്ടർ അവിടെ എത്തിയിരുന്നു. എന്താണ് ഈ നടപടി ക്രമങ്ങൾ ഇനി എപ്പോൾ അവിടെ ബാക്കിയുള്ളത് ജയശങ്കർ? വിജയകുമാർ, രഞ്ജിതയുടെ അപ്രതീക്ഷിത മരണത്തിൽ പുല്ലാടെന്ന ഈ കൊച്ചു ഗ്രാമവും ഒപ്പം തന്നെ രഞ്ജിതയുടെ ബന്ധുക്കളും എല്ലാവരും തന്നെ വലിയ വിഷമത്തിലാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ IAS ഉൾപ്പെടെയുള്ള ആളുകൾ വീട് സന്ദർശിച്ചു. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. എന്തായാലും രഞ്ജിതയുടെ സഹോദരൻ, ഇളയ സഹോദരൻ നാട്ടിലുള്ള ആൾ നാളെ തന്നെ അഹമ്മദാബാദിലേക്ക്, ഗുജറാത്തിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കളക്ടർ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. ഔദ്യോഗിക സംവിധാനങ്ങൾ അറിയിക്കുന്നതനുസരിച്ചായിരിക്കും അങ്ങോട്ട് തിരിക്കുക. അതിനുശേഷം അവിടെ ചെന്ന് DNA സാമ്പിൾ ഉൾപ്പെടെ നടക്കും. സാമ്പിൾ പരിശോധന ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും ഈ രഞ്ജിതയുടെ ഭൗതികദേഹം ബാക്കി അപകടത്തിൽ ഇത് എത്രമാത്രം ഇത് നശിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ കൂടി DNA പരിശോധിച്ച ശേഷം രഞ്ജിതയുടെ ഭൗതികദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകുക എന്നാണ് ജില്ലാ കളക്ടർ നിലവിൽ അറിയിച്ചിട്ടിരിക്കുന്നത്. അതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടി നിർദ്ദേശം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പൂർത്തിയാക്കുക. എന്തായാലും ഈ മരണം അത് നാടിനെ വലിയ തോതിൽ വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പാണ് ഈ വീട്ടിൽ സന്ദർശിച്ച് ബന്ധുക്കളെയും മക്കളെ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് മടങ്ങിയത്. ഇപ്പോഴും രഞ്ജിതയുടെ 10ാം ക്ലാസ്സുകാരനും 7ാം ക്ലാസ്സുകാരനുമായ മകളെയും ഈ മരണവിവരം അറിയിച്ചിട്ടില്ല. അമ്മ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ മക്കൾ തുടരുന്നത്. എന്തായാലും ഈ അപകട വാർത്ത ഉണ്ടായതു മുതൽ വീട്ടിൽ രഞ്ജിതയ്ക്ക് ചെറിയ പരിക്കോട് കൂടിയെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്രതീക്ഷയും അറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ വേദന ഈ വീട്ടിലുണ്ട്. ഇനി എന്തായാലും ഗുജറാത്തിൽ ചെന്ന് DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി ഭൗതികദേഹം ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള നടപടിയാണുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒക്കെ നിർദ്ദേശമനുസരിച്ച് ആയിരിക്കും ബാക്കി കാര്യങ്ങൾ. എന്തായാലും പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സഹോദരൻ നാളെ തന്നെ ഗുജറാത്തിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തും. അത്രമാത്രം ഈ നാടിനെ സംബന്ധിച്ച് വലിയ വേദനയാണ് ഈ വിമാനാപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത വിദേശത്തേക്ക് തിരികെ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയത്. അതിനുശേഷം പൊടുന്നനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ അപകട വാർത്ത വരുന്നു. പിന്നാലെ മരണവാർത്ത വീട്ടുകാരെ അറിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. രഞ്ജിതയുടെ 2 മക്കളും അമ്മയും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. അമ്മ ക്യാൻസർ രോഗിയാണ്. രഞ്ജിതയുടെ നിലവിൽ താമസിക്കുന്ന വീടിന് അടുത്ത് തന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ കാണിച്ചിരുന്നു ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ പണി 80% പൂർത്തിയായി. ആ വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ളൊരു കാത്തിരിപ്പ് മാത്രമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ദുരന്തം രഞ്ജിതയെ കൊണ്ടുപോകുന്നത്. അത് വലിയ തോതിൽ കുടുംബത്തെ ഉലച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് അപ്രതീക്ഷിതമായൊരു അപകടമാണ്. ഈ പുല്ലാട് എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ചും ഈ അപകടം വലിയ ആഘാതമായി മാറിയിരിക്കുന്നു. എന്തായാലും സഹോദരൻ ഉടൻ തന്നെ ഗുജറാത്തിലേക്ക് തിരിക്കും. DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഭൗതികദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകുക. നാളെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ ഈ വീട്ടിൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിലും വാക്കുകൾക്കപ്പുറമാണ് ഇവിടുത്തെ ഒരു വേദന. വിജയകുമാർ, വൈകുന്നേരം മുതൽ ഇപ്പോൾ രാത്രിയും വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഈ അപകടവും അപകടത്തിന് പിന്നാലെയുള്ള ഈ മരണവാർത്തയും അത് വലിയ വേദന തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ജയശങ്കറാണ്. ജയശങ്കർ പുല്ലാട്ട്, പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട്ടുള്ള വീട്ടിലാണ്, രഞ്ജിതയുടെ വീടിന് സമീപത്തു നിന്നാണ് വിവരങ്ങൾ നൽകിയത്.